വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിഷ്പക്ഷമായിട്ടിരുന്ന് കേൾക്കുക. എ ടു ഇസഡ് കാര്യം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നിഷ്പക്ഷമായിട്ട് ആരുടെ ഭാഗത്ത് നിൽക്കാതെ, എൻ്റെ ഭാഗത്തോ മറ്റുള്ള ഭാഗത്തോ ആരുടെ ഭാഗത്ത് നിൽക്കാതെ നിഷ്പക്ഷമായിട്ട് കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഒരു വീഡിയോ വന്ന സമയത്ത് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ പറഞ്ഞു അതിനൊരു മറുപടി കൊടുക്കണ്ട, കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ അത് പറഞ്ഞത്, അതിനൊരു മറുപടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്നോട് ചർച്ച ചെയ്തിട്ടുള്ളതെങ്കിൽ ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. പക്ഷെ ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാതെ ബ്ലൈൻഡായിട്ട് പെർഫ്യൂമിനെ സമീപിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവബോധമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുക. എന്താണ് പെർഫ്യൂം മാസറേഷൻ? പെർഫ്യൂം മാസറേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഒരു പെർഫ്യൂം കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളം അത് ഉപയോഗിക്കാതെ വെച്ച് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇറങ്ങി അത് കുറേ കൂടി പൊട്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആവാൻ, കുറച്ചും കൂടി ക്യാരക്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസറേഷൻ ചെയ്യുന്നത്. കൂടുതലായും നമുക്ക് പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നോട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാസറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കും. ഇതൊരു ട്രഡീഷണൽ പ്രോസസ്സാണ്. കാലാകാലങ്ങളായിട്ട് ഈ മാസറേഷൻ എന്നുള്ളത് പെർഫ്യൂമിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മൾ മാസറേഷൻ ചെയ്യാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുന്തിരി വൈൻ ഇടുന്നത്. അതുപോലെ പല തരത്തിലുള്ള വൈൻ കാലാന്തരത്തിലാണ് ഇവയിലൊക്കെ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മാസറേഷനെ കുറിച്ച് പറഞ്ഞത് തന്നെ തീർത്തും അപക്വമായ ഒരു കാര്യമാണ് പറയുന്നത്. ഒരു 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഉണ്ടാകുന്ന മാറ്റമല്ല മാസറേഷൻ എന്നുള്ളത്. മാസറേഷൻ എന്നുള്ളത് കാലക്രമേണ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതിന് സമയമെടുക്കും, പല ഘടകങ്ങളുണ്ട്. I have few fragrances which, in my humble opinion, yes, they actually have impact over the years. Okay, so the juice color goes darker, they get a bit more richer in smell, performance, and fragrance sometimes change, sometimes good, sometimes for bad, So I'll give you both sides of the story. So, അപ്പോൾ ഒരു 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ പെർഫ്യൂം ഉപയോഗിക്കാതിരുന്നിട്ട് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അതിന് സമയമെടുക്കും, ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് മാസറേഷൻ എന്നുള്ളത്. ഇത് 5000, 4000, 3000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പല സംസ്കാരങ്ങളിലും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കാനും പല വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും ഇവർ മാസറേഷൻ ചെയ്യാറുണ്ട്. അത് പെർഫ്യൂമിന് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഒരിക്കലും മാസറേഷൻ സംഭവിക്കില്ല. കുറച്ച് സമയമെടുക്കും. അതിന് പല ഘടകങ്ങളുണ്ട്. മാസറേഷൻ ചെയ്യുന്നത് വീര്യം കൂടാനും കുറച്ചും കൂടി ക്വാളിറ്റി വരാനും കുറച്ചും കൂടി സ്ട്രോങ് ആവാനും കുറേ മണങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും കുറച്ചും കൂടി റിച്ച് ആവാനും വേണ്ടിയിട്ടാണ് പെർഫ്യൂം മാസറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ 6000 രൂപയ്ക്ക് 7000 രൂപയ്ക്ക് പെർഫ്യൂം വാങ്ങി കവർ പൊട്ടിച്ച് 2 അടി അടിച്ചു പിന്നെ മാറ്റി വെച്ച് 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബ്രഹ്മാണ്ഡമായ മണം ഒരിക്കലും ഉണ്ടാവില്ല. അത് ആ മണം തന്നെയായിരിക്കും. അതിന് സമയമെടുക്കും. ഒരു പെർഫ്യൂം 1 വർഷം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നവരുണ്ട്, ഒരാഴ്ച കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 1 മാസം ഉപയോഗിച്ച് തീർക്കുന്നവരുണ്ട്. മാസറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കാലക്രമേണ അത് എത്ര മാസം കൊണ്ട് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും 10-15 ദിവസം കൊണ്ട് ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മിനിമം ഒരു 8 മാസം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും എടുത്താൽ മാത്രമേ ഒരു പെർഫ്യൂം ഇരുത്തം വന്ന് കാലക്രമേണ അതിലെ സത്തുകൾ ഇറങ്ങി അതിൻ്റെ അരോമ മോളിക്യൂൾസിൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് രാസപ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു 10 ദിവസം കൊണ്ട് പെർഫ്യൂം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ മാറ്റം വരുമെങ്കിൽ കടകളിലിരിക്കുന്ന പെർഫ്യൂം കംപ്ലീറ്റ് മാറിപ്പോണം. 10-15 ദിവസം കൊണ്ട് കടകളിലിരിക്കുന്ന സകല പെർഫ്യൂം മാറിപ്പോണം. അതിന് സമയമെടുക്കും, കാലങ്ങളെടുക്കും, അതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് മാസറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാസറേഷൻ പ്രധാനമായിട്ട് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ ലോങ്ജിവിറ്റി കൂടാൻ, പ്രൊജക്ഷൻ കൂടാനായിട്ട്, അതുപോലെ തന്നെ ചില നോട്ടുകൾ നമുക്ക് ആദ്യം അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മണം, ലോങ്ജിവിറ്റി, പ്രൊജക്ഷൻ, ക്യാരക്ടർ, ഡീപ്പായിട്ടുള്ള ചില നോട്ടുകൾ നമുക്ക് മുമ്പ് കിട്ടിയിട്ടില്ലാത്ത പല മണങ്ങളും കുറേ കാലങ്ങൾക്ക് ശേഷം കിട്ടുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട് പിന്നീട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ മണത്തിനോട് പ്രത്യേക താല്പര്യം എന്നുള്ള കാരണം അത് ഡെവലപ്പ് ചെയ്തു, അതിൽ മാറ്റങ്ങൾ സംഭവിച്ചു, രാസപ്രവർത്തനങ്ങൾ നടന്നു. എനിക്കൊരു ഉദാഹരണം പറയാം. മുന്തിരി നമ്മൾ വൈൻ വെക്കാൻ വേണ്ടിയിട്ട് മുന്തിരി നമ്മൾ വെക്കുമ്പോൾ അത് 1 മാസം കൊണ്ടുണ്ടാവുന്ന മണമോ രുചിയോ അല്ല. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന രുചിയും കളറും അതിലെ മണവും രുചിയും എല്ലാം വ്യത്യാസം ഉണ്ടാവും, എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. അത് മാസറേഷന് സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് മാസറേഷൻ. അപ്പോൾ മാസറേഷൻ എല്ലാവർക്കും ചെയ്യാം. പൊതുവേ മാസറേഷൻ തീർത്തും ആവശ്യമില്ലാത്ത ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് അറബിക് പെർഫ്യൂംസ് സ്വതവേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, ലോങ്ജിവിറ്റിയുടെ കാര്യത്തിലും ഒക്കെ ബീസ്റ്റാണ്. ഫ്രഞ്ച് പെർഫ്യൂമിനെ കവച്ച് വെക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് അറബിക് പെർഫ്യൂമിൽ കിട്ടും. 50 ഡിഗ്രി അല്ലെങ്കിൽ 55 ഡിഗ്രി സെൽഷ്യസിൽ പോലും ഭയങ്കരമായ ലോങ്ജിവിറ്റി കിട്ടുന്ന ഒരു പെർഫ്യൂം താരതമ്യേന കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ
അത് ഒരുപാട് ലോങ്ജിവിറ്റി കിട്ടുകയും അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് എനിക്ക് അത്തർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഊത് പെർഫ്യൂം, ചില അറബിക് പെർഫ്യൂംസ് ഉപയോഗിക്കുമ്പോൾ തലവിരിക്കുന്നു, അടുത്തിരിക്കുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന് കാരണം അതാണ്. കാരണം അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഓയിലുകളാണ് അവർ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആവുന്നത്. അപ്പോൾ അത്തരം പെർഫ്യൂമിൽ നമുക്ക് ഒരിക്കലും മാസ്റ്ററേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങൾക്ക് ലോങ്ജിവിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരിക്കലും ഉണ്ടാവില്ല. അത് തെറ്റാണത്. ഒരിക്കലും ഫ്രിഡ്ജിന്റെ താഴെ കൊണ്ട് വെച്ചുകൊണ്ടോ ഫ്രീസറിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പച്ചക്കറി വെച്ചിരിക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടെന്നും ആവശ്യമില്ല. നിങ്ങൾ അല്ലാതെ ഇരുട്ടുള്ള മുറിയിൽ അത് അധികം ചൂട് തട്ടാത്ത ഏരിയയിൽ വെക്കുക. കാരണം ഈ മാസറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസറേഷൻ സംഭവിക്കണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ്, മർദ്ദം, ചൂട്, അതുപോലെ തന്നെ ഈർപ്പം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ലൈറ്റ്, പ്രകാശം, ചില അൾട്രാവയലറ്റ് രശ്മികൾ തട്ടിയിട്ട് ഇതേപോലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. മാസറേഷൻ ചെയ്യുന്നത് കൊണ്ട് പെർഫ്യൂമിൽ മാറ്റങ്ങൾ സംഭവിക്കാറുമുണ്ട്. അതുപോലെ തന്നെ മണങ്ങളിൽ വ്യത്യാസം വരാറുണ്ട്. വലിയ രീതിയിലുള്ള മണം വ്യത്യാസം വരാറുണ്ട്. രാവും പകലും വ്യത്യാസം സംഭവിക്കാറുണ്ട്. ഒരിക്കലും 30% മാത്രം വ്യത്യാസം സംഭവിക്കൂ അല്ലെങ്കിൽ 40% മാത്രം സംഭവിക്കൂ, അങ്ങനെ ഒരു കണക്കേ ഇല്ല. അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിട്ടല്ല പെർഫ്യൂമിന് മാറ്റം സംഭവിക്കുന്നത്. ഇത് കാലാന്തരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതിന് നമുക്കൊരു സ്റ്റിപ്പുലേറ്റഡ് കണക്കോ അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് കൊണ്ട് സംഭവിക്കുന്നതല്ല. ചിലപ്പോൾ ഭയങ്കരമായ മാറ്റം ഉണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ തീർത്തും മാറ്റം ഉണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ നോട്ടുകൾ തന്നെ രാവും പോലും വ്യത്യാസം വന്നിരിക്കാം. അത് ആർക്കും തടയാൻ പറ്റുന്ന കാര്യമല്ല. അത് ആർക്കും അതിന് തടഞ്ഞു നിർത്താനോ പിടിച്ചു കെട്ടാൻ പറ്റുന്ന കാര്യമല്ല. പെർഫ്യൂമിൽ മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാസറേഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഇത്രയുമാണ് മാസറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഓക്സിഡേഷൻ എന്ന് പറയുന്നത്, അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ പെർഫ്യൂമിലെ ഓയിൽസ് അല്ലെങ്കിൽ പെർഫ്യൂമിൽ അടങ്ങിയിരിക്കുന്ന അരോമ മോളിക്യൂൾസ് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് മണങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പേര് സൂചിപ്പിച്ച അതിന് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് പെർഫ്യൂം ഓയിലുകൾ തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി മണങ്ങൾ മാറിപ്പോകും. ചിലപ്പോൾ മിക്കവാറും ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ മാസറേഷൻ്റെ കാര്യത്തിൽ സംഭവിച്ചതിനേക്കാൾ വിഭിന്നമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് ചിലപ്പോൾ പെർഫ്യൂം കുറച്ചുകൂടി സ്മൂത്ത് ആകും, ചിലത് ഭയങ്കര ഹാർഷായിട്ട് മാറും, ചിലത് ഒരു ഗ്യാസിന് മണമായിട്ട് മാറും, ചില പെർഫ്യൂം വളരെ ഡീപ്പായിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും, ചിലത് റിച്ച് ആവും, ചിലത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് മാറും, ചിലത് പെട്ടെന്ന് ഫേഡായി മാറാറുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഫേഡായി മാറാറുണ്ട്. നമ്മൾ ആദ്യം ഉപയോഗിച്ചൊരു മണം ആയിരിക്കില്ല പിന്നീട് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു മണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് ആ പെർഫ്യൂം നിങ്ങൾ ആദ്യം ഉപയോഗിച്ച മണം തന്നെയാണോ ഏറ്റവും അവസാനം വരുമ്പോൾ, അതായത് പിന്നീട് അത് തീരാറാകുമ്പോൾ കിട്ടുന്ന മണം വരുമ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആ മണം ബോറിംഗ് ആയിട്ട് തോന്നും, വേറെ ഒരെണ്ണം വാങ്ങാൻ തോന്നും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം സംഭവിക്കും. അത് എല്ലാ പെർഫ്യൂമിലും കാലക്രമേണ സംഭവിക്കുന്നതാണത്. കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഇത് പ്രകൃതിയാൽ ഉണ്ടാവുന്നതാണ്. അത് ആർക്കും ഒന്നും തടയാൻ പറ്റില്ല. ഇത് ഫാക്റ്റാണ്. ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ കയ്യിൽ നിന്നുള്ള അവകാശവാദങ്ങളല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ തെളിവുകളുണ്ട്, ഫാക്റ്റാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങൾ കണ്ടെത്തി പഠിക്കാനും പറ്റും. എന്താണ് റീഫോർമുലേഷൻസ്? പെർഫ്യൂമിനെ കുറിച്ച് അറിവുള്ളവർക്ക് തന്നെ കുറച്ചെങ്കിലും പേർക്കെല്ലാം അറിയായിരിക്കും റീഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റീഫോർമുലേറ്റ് ചെയ്യുക, മാറ്റം വരുത്തുക. റീഫോർമുലേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു പെർഫ്യൂം പല കാരണങ്ങൾ കൊണ്ട് റീഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. റീഫോർമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും ഒരു 100-ൽ 99% പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ലോങ്ജിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടേ ഉള്ളൂ. ഒരു തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ റീഫോർമുലേഷൻ വഴി നടന്നിട്ടില്ല. അപൂർവം ചില പെർഫ്യൂമിൽ മാത്രമാണ് റീഫോർമുലേഷൻ വഴി കുറച്ചെങ്കിലും ബെറ്റർ എന്ന് പറയാൻ പറ്റും. അത് വളരെ വിരലിൽ എണ്ണാവുന്നതിൽ മാത്രമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ റീഫോർമുലേഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ വിരലിൽ എണ്ണാവുന്ന 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ആദ്യം ഒരു പെർഫ്യൂം ബ്രാൻഡ് ഇറക്കുന്നത്, ഇപ്പോൾ ക്രീഡ് അവൻഡസിൻ്റെ കാര്യം തന്നെ പറയാം. ക്രീഡ് അവൻഡസ് ആദ്യം ഇറങ്ങിയ സമയത്ത് കിട്ടുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് 3-4 ദിവസങ്ങളൊക്കെ അത് ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കോംപ്ലിമെന്റ്സും ഒക്കെ കിട്ടും. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നീട് അതെന്ത് ചെയ്തു? അത് റീഫോർമുലേറ്റ് ചെയ്തു. അത് ഓരോ പെർഫ്യൂമിൽ ഈ റീഫോർമുലേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ റീഫോർമുലേഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ആദ്യം ഇവർ പെർഫ്യൂം ഉണ്ടാക്കിയ സമയത്ത് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടിയിരുന്ന ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ പിൽക്കാലത്ത് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ പെർഫ്യൂം കമ്മ്യൂണിറ്റി ബാൻ ചെയ്യുമ്പോൾ ഒരു കൃത്രിമമായിട്ട് കെമിക്കലി ഒരു ഈ നോട്ടുകൾ നിർമ്മിക്കും. ഒരു ഉദാഹരണമാണ് ആംബർഗ്രീസ്. തിമിംഗല ഛർദിയൊക്കെ, തിമിംഗല വേട്ട ഇതിനു വേണ്ടിയിട്ട് വ്യാപകമാകാൻ തുടങ്ങിയപ്പോൾ അത് ബാൻ ചെയ്തു. അപ്പോൾ അതിന് പകരമായിട്ട് ആംബ്രോക്സാൻ പോലുള്ള കെമിക്കൽ മോളിക്യൂൾസ് അവർ വികസിപ്പിച്ചെടുത്തു. ഐസോയി സൂപ്പർ പോലുള്ള ചില മോളിക്യൂൾസ് ഒക്കെ വികസിപ്പിച്ചെടുത്തതിന് കാരണം ഇതുകൊണ്ടാണ്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നാച്ചുറലായിട്ട് ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് ആക്കി മാറ്റും. അപ്പോൾ ഒരു സിന്തറ്റിക് സ്മെല്ലായിട്ട് മാറും. പണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ചില പെർഫ്യൂംസ് പിന്നീട് ഉപയോഗിക്കുമ്പോൾ അത് എന്തോ ഒരു മണം വ്യത്യാസം വരെ തോന്നാനുള്ള കാരണം റീഫോർമുലേഷൻ ആണ്. അത് സിന്തറ്റിക് ആകുന്നതിന് കുഴപ്പമാണ്. ഇത് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റീഫോർമുലേഷൻ ചെയ്യാറുണ്ട്. അതൊന്ന്. പിന്നെ ഒന്നെന്ന് പറയുന്നത്, കുറേ ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് അറിയാവുന്ന കുറച്ച്
എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഒന്നെന്ന് പറയുന്നത്, ചില പെർഫ്യൂംസ് മാർക്കറ്റിൽ ഇറങ്ങി, വിപണിയിൽ ഇറങ്ങി ആൾക്കാർ വാങ്ങിയിട്ട് അവരുടെ ബോഡിയിൽ അടിച്ചിട്ട് എന്തെങ്കിലും റിയാക്ഷനോ അലർജിയോ മറ്റെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരികെ വിളിക്കും. ആ ഒരു അലർജി കണ്ടന്റ് റിമൂവ് ചെയ്തിട്ട് റീഫോർമുലേറ്റ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് അവർ റിലീസ് ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ഈ മാർക്കറ്റിൽ വിപണിയിൽ പണ്ട് കിട്ടിയിരുന്ന അല്ലെങ്കിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന മരുന്നുകൾക്ക് പിന്നീട് പാർശ്വഫലം ഉണ്ടാകുമ്പോൾ അതൊരു തിരികെ വിളിച്ചിട്ട് ബാൻ ചെയ്തിട്ട് അത് കുറച്ചുകൂടി റീഫോർമുലേറ്റ് ചെയ്ത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് റിമൂവ് ചെയ്ത് അവർ റിലീസ് ചെയ്യും. അതും ഒരു റീഫോർമുലേഷനാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും റീഫോർമുലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ വിരലിൽ എണ്ണാവുന്ന കാരണങ്ങൾ കൊണ്ട് റീഫോർമുലേഷൻ സംഭവിക്കും. റീഫോർമുലേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ 20%, അവിടെയും ഈ പറയുന്ന പോലെ 20% മാത്രം മാറ്റം ഉണ്ടാവും, 30% മാറ്റം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പലരും പറയുന്നൊരു കാര്യമാണ്, ബ്രദർ ഞാൻ പണ്ട് ഗൾഫിൽ വെച്ച് വാങ്ങിയ ഒരു പെർഫ്യൂം നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നാട്ടിൽ ആ മണം അല്ലായിരുന്നു, ഞാൻ പിന്നീട് ഉപയോഗിച്ച് തീർത്തിട്ട് പിന്നീട് പുതിയത് വാങ്ങിയപ്പോൾ ഞാൻ പണ്ട് ഗൾഫിൽ വെച്ച് ഉപയോഗിച്ച ആ ഒരു പെർഫ്യൂമിന്റെ മണമേ അല്ലായിരുന്നു നാട്ടിൽ വെച്ച് വാങ്ങിയപ്പോൾ ഉള്ള മണം. അത് എന്തോ വ്യത്യാസമുണ്ട്. ചിലർ പറയാറുണ്ട്, നാട്ടിൽ വെച്ച് ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം ഗൾഫിൽ പോയിട്ട് വാങ്ങിയപ്പോൾ ആ ഒരു എന്തോ ഒരു ആ പെർഫ്യൂം അല്ല, എന്തോ വ്യത്യാസമുള്ളത് പോലെ, അല്ലെങ്കിൽ രാവും പോലും വ്യത്യാസമുണ്ട്, മുമ്പ് ഉപയോഗിച്ചൊരു മണമല്ല, ഞാൻ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് കൊണ്ടു നടന്ന ആ ഒരു പെർഫ്യൂം തീർന്നു പോയതിനു ശേഷം പിന്നീട് വാങ്ങിയിട്ട് കിട്ടിയ മണം തീർത്തും വ്യത്യാസമായിട്ടുള്ള മണമാണ്. അതിന്റെ കാരണം എന്താ? ഈ റീഫോർമുലേഷനാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ കോൺടാക്ട് ചെയ്തു. അത് അത്യാവശ്യം പെർഫ്യൂംസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 2 വർഷം മുമ്പ് ഒരു മാളിൽ നിന്ന് വെർസാച്ചെ പോറോ ഈ ഒരു പെർഫ്യൂം അയാൾ വാങ്ങി. അത് വാങ്ങിയിട്ട് അദ്ദേഹം കുറച്ച് നാൾ ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം അയാൾ ഗൾഫിൽ പോയി. അപ്പോൾ ഗൾഫിൽ പോയ സമയത്ത് ഈ ഫ്രഷ് പെർഫ്യൂം കൊണ്ടുപോയി. കാരണം അവിടുത്തെ കാലാവസ്ഥ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാം. ഇയാൾ കൊണ്ടുപോയി കുറച്ച് അറബിക് പെർഫ്യൂംസ് കൊണ്ട്, എനിക്ക് തോന്നുന്നു റസാസി ഹവാസാണെന്ന് തോന്നുന്നു. അതവിടെ കൊണ്ടുപോയി, അവിടെ നല്ല പെർഫോമൻസ് കിട്ടി. അതെല്ലാം കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ഈ വെർസാച്ചെ പോറോ നാട്ടിൽ വന്ന് അടിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മണം മാറി. അത് വേറെ ഒരു ഗ്യാസ് ആയിട്ട് മാറി. അദ്ദേഹത്തിന് ഒട്ടും മണം പിക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല പെർഫോമൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഈ പെർഫ്യൂം കൊണ്ട് അത് അതേപോലെ, കാരണം അല്ല അത് ഉപയോഗിച്ചിട്ടില്ല, ആ പെർഫ്യൂം കൊണ്ട് അയാൾ മാളിച്ചെന്ന് ചോദിച്ചു, ഇത് ഒറിജിനലാണെന്ന് ചോദിച്ചു. അവർ ട്രൈ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഫേക്കാന്ന് പറഞ്ഞു. അപ്പോൾ മാളിലുള്ളവർക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ല. അവർക്ക് പോലും നേരെ ചെന്ന് പലപ്പോഴും ചില മാളിലെങ്കിലും അവർ പറയുന്ന പേര് പോലും, കമ്പനിയുടെ പേര് പോലും പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റായിട്ടാണ് ഒരു ബ്രാൻഡിന്റെ പേര് പോലും പ്രൊണൗൺസ് ചെയ്യുന്നത്. കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവർ ഈ പറയുന്ന പോലെ പെർഫ്യൂം കളക്ടേഴ്സ് അല്ല, അവർ വിൽക്കാൻ നിൽക്കുന്നവരാണ്. അവർ പുതിയത് വരുന്നു, വിൽക്കുന്നു, ടെസ്റ്ററുകളോ കാണിക്കുന്നു, ട്രൈ ചെയ്യുന്നു, വിൽക്കുന്നു, ഇത്ര മാത്രമാണ്. അവർക്ക് ഈ പറയുന്ന പോലെ പഴയ ബാച്ചും പുതിയ ബാച്ചും റീഫോർമുലേഷൻ ആയിട്ടുള്ളതൊന്നും അവർക്ക് എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ മാളിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും ബാച്ച് വേരിയേഷൻ ഉള്ളതോ അല്ലെങ്കിൽ മാസുറേഷൻ സംഭവിച്ചതോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ചതോ കൊണ്ടുപോയാൽ അവർ പറയും ഫേക്ക് എന്നേ പറയും. നിങ്ങൾ എവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും അത് അങ്ങനെ തന്നെ പറയും. അപ്പം അതുപോലുള്ള അനുഭവങ്ങൾ മാളിൽ വാങ്ങിയവർക്ക് ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും അത് പിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് വളരെ 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 കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും റീഫോർമുലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ടോങ്കാബീൻ അടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക പെർഫ്യൂമിലും റീഫോർമുലേഷൻ നടന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. റീഫോർമുലേഷൻ നടന്നു എന്നതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ഫ്രാഗ്രൻഡിക്കൽ കയറി കഴിഞ്ഞാൽ, ഫ്രാഗ്രൻഡിക്കൽ സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല പെർഫ്യൂമിന്റെയും നോട്ടുകൾ തന്നെ അവരിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പ് നോട്ട് മാറ്റി, മിഡിൽ നോട്ട് മാറ്റി, ബേസ് നോട്ട് മാറ്റി. ഇതെല്ലാം മാറ്റം സംഭവിച്ചത് റീഫോർമുലേഷൻ സംഭവിക്കുമ്പോൾ നടന്ന മാറ്റങ്ങളാണിത്. അല്ലാതെ നിങ്ങൾ ഫ്രാഗ്രൻഡിക്കയിലെ നോട്ട് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ പെർഫ്യൂം വാങ്ങാൻ നിൽക്കരുത്. അങ്ങനെ വാങ്ങി പലരും ലിഫറായിട്ടുണ്ട്. നിങ്ങൾ പെർഫ്യൂം വാങ്ങി അല്ലെങ്കിൽ അവരുടെ കമന്റ് കണ്ടിട്ട് വാങ്ങിയിട്ട് പലരും പെട്ടുപോയവരുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ച മണമല്ല. ഫ്രാഗ്രൻഡിക്കൽ ചിലപ്പോൾ ഹണി, ലാവൻഡർ അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിന്റെ മണമാണ്. കാരണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മുല്ലപ്പൂവിന്റെയോ ചെമ്പരത്തിപ്പൂവിന്റെ മണമല്ലായിരിക്കും. അപ്പോൾ ഒരിക്കലും തങ്ങളുടെ കമ്പനി ഒരു പെർഫ്യൂം ബ്രാൻഡ് അവർ ആ ഒരു പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്ന യഥാർത്ഥ ചേരുവ, യഥാർത്ഥ ഇൻഗ്രീഡിയൻസ് ഒരിടത്തും പബ്ലിക് ആക്കില്ല. അതിൽ അവർക്ക് ഉപയോഗിക്കുന്നവർക്ക് കിട്ടിയ മണങ്ങൾ അല്ലെങ്കിൽ ഇന്ന നോട്ടുണ്ട്, ആ നോട്ടുണ്ട്, ഈ നോട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നെന്ന് മാത്രം. അത് കാലക്രമേണ ആ നോട്ട് മാറും. അത് ഫ്രാഗ്രൻഡിക്കാൻ തന്നെ അതിന്റെ ആ ഒരു സൈറ്റിന് അൽഗോരിതം അതിനനുസരിച്ച് ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച് അത് മാറ്റങ്ങളുണ്ടാവും. റീഫോർമുലേഷൻ കുറച്ച് വ്യക്തമായിട്ട് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കുട്ടിക്കൂറ പൗഡറിന്റെ മണം ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു കുട്ടിക്കൂറ പൗഡറിന്റെ മണം പണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ല ഇന്ന് കുട്ടിക്കൂറ പൗഡർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എവിടെയോ നഷ്ടപ്പെട്ടു. ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ആ ഒരു ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ആ ഒരു മണമല്ല ഇന്ന്. അതുപോലെ തന്നെ ഓരോ സോപ്പിന്റെ കാര്യമാണെങ്കിലും, പിയേർ സോപ്പ്, പണ്ട് പിയേർ സോപ്പ് വെച്ച് ഒരാൾ ഒരു വീട്ടിൽ കുളിക്കുവാണെന്നുള്ള അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവർക്ക് ആ മണം കിട്ടും. ഇന്ന് ആ സോപ്പിന് മണം മാറി. കാരണം ഓരോ സോപ്പിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പലതിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാറ്റിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്നും നിലനിൽക്കില്ല എന്നേക്കും. ഇതൊരു ബോട്ടിലിനകത്ത് അടങ്ങിയിരിക്കുന്ന കുറച്ച് കെമിക്കൽ കമ്പോണൻസ് ആണ്. കാലാന്തരത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് യുഗാന്ത്യം വരെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് സാവധാനം മാറ്റങ്ങൾ ഉണ്ടാവും. പാല് മോരാവുന്നതും തൈരാവുന്നതും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
അപ്പൊ മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആർക്കും ഒന്നിലും മാറ്റമില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു മണ്ടത്തരമാണ്. എല്ലാറ്റിലും മാറ്റങ്ങളുണ്ടാവും. കാലാവസ്ഥയിൽ മാറ്റം വന്നില്ലേ? ഗ്രഹപാതി തുലാവർഷമൊക്കെ പോയില്ലേ? ഇന്ന് ഒരു ദിവസം 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ അവർക്ക് പേടിയാണ്. നമ്മുടെ കാലാവസ്ഥ തന്നെ മാറിപ്പോയി. എന്തിന്? മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ലേ? 2010 ഉണ്ടായിരുന്ന മനുഷ്യരുടെ സ്വഭാവമാണ് 2024 വരുമ്പോൾ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ മാറ്റം ഉണ്ടായി, പ്രകൃതിയിൽ മാറ്റം ഉണ്ടായി. പിന്നെയാണ് ഒരു 6,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ വരെ വരുന്ന ഒരു പെർഫ്യൂം മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കും, സ്വാഭാവികമാണ്. മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിലാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. മാറ്റങ്ങൾ സംഭവിക്കണം, മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ അത് ഫേക്ക് എന്ന് പറയാം. അപ്പോൾ റീഫോർമുലേഷനും മാസറേഷനും ഓക്സിഡേഷനും ഇത് ഫാക്റ്റാണ്. ഇത് സംഭവിക്കത്തില്ല, അയ്യോ അത് ഉണ്ടാവത്തില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുള്ളവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഉറക്കം നടിക്കുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളത്തില്ല. ഞാൻ ഈ പറഞ്ഞത് വെറുതെ അല്ല. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇതേ ഞാൻ അനുഭവിച്ചാലും ഞാൻ പറയുന്ന ഇതേ കാര്യം, ഇതേ അവസ്ഥ പെർഫ്യൂം മേക്കേഴ്സിന് മനസ്സിലാവും, പെർഫ്യൂം കളക്ടേഴ്സിന് മനസ്സിലാവും, അല്ലെങ്കിൽ പെർഫ്യൂം സെയിൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അവർക്കും ഇതേപോലുള്ള ആൾക്കാരുടെ കമന്റുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ അവർക്കും നേരെ വരുന്നുണ്ട്. അവർക്കറിയാം. അല്ലാതെ 3-4 പെർഫ്യൂം വാങ്ങി പുതിയത് റിവ്യൂ ചെയ്യുന്നവർക്ക് ആരും എക്സ്പെർട്ട് ആവത്തില്ല. അവർക്ക് ഇതിന്റെ ABCD പോലും അറിയില്ല. ABCD അറിയാത്തതുകൊണ്ടാണ് 30% മാത്രമേ മാറ്റം വരും, അല്ലെങ്കിൽ 40% മാത്രമേ മാറ്റം വരും, ഇങ്ങനെ ഒരു മാറ്റം വരില്ലല്ലോ, അങ്ങനെ മാറ്റം വരുമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു നോട്ട് ഇങ്ങനെയായി പോയല്ലോ, ഉണങ്ങിയ മണം കിട്ടി, ഇവിടെ നനഞ്ഞ മണം കിട്ടി എന്ന് പറയുന്നതൊക്കെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയുന്നത്. അത് അവരെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, അത് അവരുടെ അറിവില്ലാത്തത് കൊണ്ടാണ്. അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടും. ഞാൻ പറയുന്നത് 4, 3, 5 പെർഫ്യൂം കയ്യിലുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. കുറേയേറെ പെർഫ്യൂം വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്ന് ഇരുത്തം വന്നവർക്ക് അറിയാം. അവർക്ക് പറയാൻ പറ്റും എന്താണ് ഓൾഡ് ബാച്ച്, പണ്ട് ഉപയോഗിച്ച മണം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, എന്തുകൊണ്ട് ഒരു കളർ വ്യത്യാസം വന്നു, എന്തുകൊണ്ട് ബോട്ടിൽ വ്യത്യാസം വന്നു, ഇതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. ഒരു ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ തന്നെ എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള മണങ്ങളാണ് അല്ലേ? ഇപ്പം USA ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ മണവും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ മണവും പെർഫോമൻസ് നിങ്ങൾ നോക്കുക, നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഒരു പെർഫ്യൂം കമ്പനി തന്നെ, ഒരു ബ്രാൻഡ് തന്നെ അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പെർഫ്യൂമിൽ പോലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നോട്ട് വേരിയേഷൻസ്, ബാച്ച് വേരിയേഷൻസ്, സ്മെൽ വേരിയേഷൻസ്, ടോപ്പ് നോട്ടിലും ബേസ് നോട്ടിലും മിഡിൽ നോട്ടിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അർമാഫ് ക്ലബിനും ഇൻറ്റൻസ് പലരും പ്രിഫർ ചെയ്യുന്ന ഏതാണ്? UAE വെർഷൻ. എന്തുകൊണ്ടാണ് ആൾക്കാർ എന്തുകൊണ്ടാണ് കമന്റിൽ പറയുന്നത് UAE വെർഷൻ വാങ്ങാൻ പറയുന്നതിന് കാരണം എന്താ? പെർഫോമൻസ് കൂടുതൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നോട്ട് അല്ലെങ്കിൽ ഫ്രൂട്ടി നോട്ട് കൂടുതൽ കിട്ടുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഒരു പെർഫ്യൂം തന്നെ വ്യത്യസ്ത രാജ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മണങ്ങളിൽ വ്യത്യാസം വരുന്നത്? ഇത് തന്നെയാണ് കാരണം. അതിന് പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ആ പെർഫ്യൂം ഫേക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു കമ്പനി തന്നെയല്ലേ ഇത്രയും പെർഫ്യൂം പല രാജ്യങ്ങൾ ഉത്പാദിപ്പിച്ചത്. അതുകൊണ്ട് പെർഫ്യൂം ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ച് അന്തരീക്ഷത്തിലെ മർദ്ദം നമ്മൾ ഉപയോഗിക്കുന്ന രീതി, ഇതുകൊണ്ട് പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബൈക്ക് വാങ്ങി, എനിക്ക് മൈലേജ് ചിലപ്പോൾ 55 കിട്ടുമായിരിക്കും, ചിലപ്പോൾ അടുത്തിരിക്കുന്ന 35 കിട്ടുക, ചിലപ്പോൾ ചിലപ്പോൾ കൂടുതൽ മൈലേജ് കിട്ടിയെന്നിരിക്കാം. 55 ലിറ്ററിൽ 55 മൈലേജ് പറയുന്നവർക്ക് ചിലപ്പോൾ 45 കിട്ടിയേക്കാം, ചിലപ്പോൾ 55 കിട്ടിയേക്കാം, ചിലർക്ക് 30 കിട്ടിയേക്കാം. അത് ഓടിക്കുന്ന രീതിയും അവർ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും, ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? എല്ലാറ്റിലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? ഞാൻ വീണ്ടും പറയുന്നു, വൈനിന്റെ കാര്യം തന്നെ ഏറ്റവും ഉദാഹരണമാണ്. കാലക്രമേണ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇന്ന് വെച്ച ഒരു കാര്യയുടെ രുചിയാണ് നാളെ അതിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ആ കറി മാറുന്നില്ലേ? മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? അത് എന്നേക്കും അത് അതേപോലെ നിലനിൽക്കുമോ? അവിടെ എന്താ സംഭവിക്കുന്നത്? രാസപ്രവർത്തനങ്ങൾ. അതുകൊണ്ട് കറി ഫേക്കാന്ന് പറയാൻ പറ്റുമോ? കറിയിൽ മാറ്റം സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഏത് പെർഫ്യൂമിനും എന്ത് കാര്യത്തിലും മനുഷ്യനിർമ്മിതമായ സകലതിനും കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കും. ഇനി പറയാനുള്ളത് റീഫിൽഡ് പെർഫ്യൂംസ്. എന്താണ് റീഫിൽഡ് പെർഫ്യൂംസ്? റീഫിൽഡ് പെർഫ്യൂംസ് വളരെ കോമൺ ആണ്. റീഫിൽഡ് പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഒറിജിനൽ ബോട്ടിലിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ജ്യൂസ് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്യൂസ് നിറച്ച് കയറ്റുക. റീഫിൽഡ് പെർഫ്യൂംസ് ശരിക്കും പറഞ്ഞാൽ പലർക്ക് ഈ ഒരു മേഖലയിൽ വളരെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. പലരും പഠിപ്പിക്കുന്ന പറഞ്ഞാൽ റീഫിൽഡ് പെർഫ്യൂംസിനകത്ത് 95% കറക്റ്റ് ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, 95% കറക്റ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ റീഫിൽഡ് വിളിക്കേണ്ട കാര്യം? ഒറിജിനൽ വിളിച്ചാൽ പോലെ 5% മാറ്റം ഉണ്ടാവുന്നുള്ളൂ. ചിലർ പറഞ്ഞു 99% റീഫിൽഡ് പെർഫ്യൂംസ് ഒറിജിനലിന്റെ അതേ മണമാണെന്ന്. അപ്പോൾ 1% മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഈ 99% കറക്റ്റ് ആണെങ്കിൽ 25,000 രൂപ കൊടുത്ത് നിങ്ങൾ 1% വേണ്ടി നിങ്ങൾ എക്സ്ട്രാ 25,000 കൊടുക്കേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ 10,000 കൊടുക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് അത് വാങ്ങിയാൽ പോരെ. അപ്പം അതല്ല റീഫിൽഡ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണം വെർസാച്ച് ഇറോസ് എടുക്കാം. വെർസാച്ച് ഇറോസ് എന്നുള്ള ബോട്ടിൽ ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ മിന്റ് അല്ലെങ്കിൽ ലാവൻഡർ എന്ന മണം കിട്ടേണ്ടതിന് പകരം പിന്നെ ചക്കയുടെയോ മാങ്ങയുടെ മണം എന്ന് കഴിഞ്ഞാൽ റീഫിൽഡാണ്. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ മണവും ബോട്ടിലുള്ള വെർസാച്ച് ഇറോസിന്റെ മണവും
നിങ്ങൾക്ക് കിട്ടിയ പെർഫ്യൂമിന്റെ ജ്യൂസിന്റെ മണവും രാവും പകലും വ്യത്യാസം ഉണ്ടാവും. അത് കുത്തി നിറച്ച് വരുന്ന ഫേക്ക് ജ്യൂസാണത്. അത് ഒറിജിനൽ ട്രൈ ചെയ്തവർക്ക് ആ മണം പിക്കാൻ പറ്റും, ആ മണം മനസ്സിലാക്കാൻ പറ്റും. അതിലൊരിക്കലും 95% കറക്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം പെർഫ്യൂം മാനുഫാക്ചേഴ്സ് അത് പേറ്റന്റ് എടുത്തിട്ടാണ് ഓരോ ജ്യൂസ് അവർ മേക്ക് ചെയ്യുന്നത്. ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് 95% അല്ലെങ്കിൽ 90%, 80% ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അത് റീഫിൽഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല സുഹൃത്തെ. അത് ഒറിജിനൽ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഇത്രയും പക്കയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അത് നിങ്ങൾ തെറ്റിദ്ധാരണ പറഞ്ഞതാണത്. റീഫിൽഡ് പെർഫ്യൂംസ് അതല്ല. റീഫിൽഡ് പെർഫ്യൂം എന്ന് പറയുന്നത് ഒറിജിനൽ ബോട്ടിലിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ജ്യൂസ് നിറച്ച് വിൽക്കുന്നതിനാണ് റീഫിൽഡ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. അത് വളരെ ചീപ്പ് റേറ്റ് കിട്ടും. 500 രൂപയ്ക്ക് 400, 600, 800 രൂപയ്ക്ക് കിട്ടും. അതിനാണ് റീഫിൽഡ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ബാച്ച് വേരിയേഷനോ സ്മെൽ വേരിയേഷനോ ഓൾഡ് ബാച്ചോ ന്യൂ ബാച്ചോ ഒന്നുമില്ല. ഇനി അറിയേണ്ട കാര്യമാണ് ടെസ്റ്റർ പെർഫ്യൂംസ്. എന്താണ് ടെസ്റ്റർ പെർഫ്യൂം? പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ടെസ്റ്റർ പെർഫ്യൂം. നിങ്ങൾ മാളിൽ ഒരു പെർഫ്യൂം വാങ്ങാൻ പോകുമ്പോൾ ഹെർമസിനായിരുന്നു എടുക്കാം. ഹെർമസ് നിങ്ങൾ സ്മെൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ മണം അറിയാതെ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ബോക്സ് ഇല്ലാതെ ടെസ്റ്റർ നോട്ട് ഫോർ സെയിൽ എന്നും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാകും. ഇത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളത് വാങ്ങുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത പെർഫ്യൂംസ് ആ മണം എന്താണോ അത് തന്നെ ആയിരിക്കും റീറ്റെയിൽ പാക്കിനകത്തും ഉള്ളത്. പക്ഷേ പലപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ പെർഫ്യൂംസ് കളക്ടേഴ്സ് അവർ കൂടുതലും പ്രിഫർ ചെയ്തത് ടെസ്റ്റേഴ്സാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ടെസ്റ്റേഴ്സിൽ അധികം റീഫോർമുലേഷൻ നടക്കില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. കാരണം അത് നോട്ട് ഫോർ സെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള റീഫോർമുലേഷൻസോ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അത് ഇരുന്ന് മാസുലേഷൻ സംഭവിച്ച് ഇരുത്തം വന്ന ആ ഒരു ബോട്ടിൽ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മണവും റീറ്റെയിൽ കിട്ടുന്ന മണവും വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ പെർഫ്യൂം കമ്പനിക്കാർ ഈ ടെസ്റ്റർ പെർഫ്യൂംസ് കുറച്ചും കൂടി പോട്ടൻ്റ് ആയിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മേക്ക് ചെയ്യാറുണ്ട്. കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫ്യൂംസ് ബ്ലെൻഡ് ചെയ്യാറുണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ. ഈ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ആൾക്കാരത് വാങ്ങാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ചിലരെങ്കിലും പറയുന്നുണ്ടല്ലേ, ഞാൻ മാളിൽ പോയി അടിച്ചു നോക്കി, വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് റീറ്റെയിൽ വാങ്ങിയിട്ട് എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം, എനിക്ക് അതല്ല കിട്ടിയത്, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് എത്രയോ പേരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാളിൽ വെച്ച് അടിച്ച മണമല്ല, പിന്നീട് അവസാനം വാങ്ങിയപ്പോൾ കിട്ടിയ മണം രണ്ടാണല്ലോ, അതെന്താ അത് ഫേക്ക് ആയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സെഫോറ പോലുള്ള വൻകിട ഔട്ട്ലെറ്റുകൾക്കെതിരെ പോലും ഹേറ്റ് ക്യാമ്പ് നടന്നിട്ടുണ്ട്. അവർ പോലും ഫേക്ക് പെർഫ്യൂം വിറ്റു എന്നുള്ള ആരോപണം വന്നിട്ട് അവർക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട്. ശരിക്കും അതാണോ സംഭവം? അല്ല. വാങ്ങിയ കസ്റ്റമേഴ്സിന് ലോങ്ജിവിറ്റിയോ പ്രൊജക്ഷനോ ഉദ്ദേശിക്കുന്ന കോംപ്ലിമെന്റോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് ഫേക്ക്. അങ്ങനെ സെഫോറ ഇതുപോലെ തന്നെ പ്രമുഖ ഇന്ത്യൻ സൈറ്റുകൾക്കെതിരെ നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും നെഗറ്റീവ് റിവ്യൂ അവിടെ കാണാൻ പറ്റും. നിങ്ങൾ നെഗറ്റീവ് റിവ്യൂ എടുത്ത് നോക്കിയാൽ അവിടെയും കാണാം ഫേക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണത്? അവർക്ക് ലോങ്ജിവിറ്റി, അവർ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവരതിനെ ആക്ഷേപിക്കും. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ ടെസ്റ്റർ പെർഫ്യൂമിലും ഈ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ടെസ്റ്റർ പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെർഫ്യൂംസ് ആണ്. അതിൽ ഫുൾ ml ഉള്ളതുകൊണ്ട് ചിലപ്പം തീർത്തും 50 ml അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർത്തതും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ടെസ്റ്റർ പെർഫ്യൂം പലപ്പോഴും ഒറിജിനലിനെ, അതായത് റീറ്റെയിലിനേക്കാൾ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പെർഫ്യൂം കളക്ടേഴ്സ് കൂടുതലും ചോദിച്ചു വരുന്നത് ടെസ്റ്ററുകൾ ഉണ്ടോ എന്ന് വെച്ചിട്ടാണ്. കാരണം അവർക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാം. ഇദ്ദേഹം ഒരു അവയർനെസ് എന്ന പേരിൽ എൻ്റെ പേര് എടുത്ത് വെച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അത് കുറച്ചും കൂടെ പഠിച്ച് മനസ്സിലാക്കി കുറേ പെർഫ്യൂംസ് ട്രൈ ചെയ്യുക, റീഫോർമേറ്റ് ചെയ്തതും പഴയതും ടെസ്റ്ററും എന്താ പറയുക ഡിസ്കണ്ടിന്യൂ ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഒരു പെർഫ്യൂം തന്നെ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാച്ചുകളില്ലേ. ഇപ്പോൾ 2024 ഇറങ്ങിയ പെർഫ്യൂം മാത്രമാണ് നിങ്ങൾ വാങ്ങുന്നത്. ആ പെർഫ്യൂം തന്നെ ഇപ്പം ഹെർമസിന്റെ കാര്യത്തിൽ ഉദാഹരണം 2006 ലോഞ്ച് ചെയ്ത പെർഫ്യൂം ഏത്? 2006 ലോഞ്ച് ചെയ്ത പെർഫ്യൂം 2024 എത്ര തവണ റീഫോർമുലേഷൻ നടന്നില്ലെങ്കിൽ പോലും കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടാവത്തില്ലേ? മാറ്റങ്ങൾ ഉണ്ടാവും. താങ്കൾക്ക് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെയാണ് ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ വഴിതെറ്റിച്ച് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വഴിതെറ്റിച്ചു വിട്ടത്. താങ്കൾക്ക് താങ്കളുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു, എന്നിട്ട് താങ്കൾ ഒരു പരിഹസിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ, ആ കമന്റിൽ തന്നെ എനിക്ക് മനസ്സിലായത് തീർത്തും പക്വത ഇല്ലാത്ത അപക്വമായ രീതിയിലാണ് താങ്കളുടെ കമന്റ് സെക്ഷനിലൊക്കെ കാണുമ്പോൾ വായിക്കുക, ചീത്ത വിളിക്കുക, തെരുവാക്ക് ഉപയോഗിക്കുക. നിങ്ങൾ പഠിക്കും, നിങ്ങൾ പെർഫ്യൂംസിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. ഞാൻ പറയുന്നു 6 7 പെർഫ്യൂം വാങ്ങിയതുകൊണ്ട് ഒരിക്കലും എക്സ്പെർട്ട് ആവത്തില്ലെന്നേ. പെർഫ്യൂം നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി വാങ്ങുന്നതും വിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫ്രാഗ്രൻഡിക്ക പോലുള്ള ചർച്ച അല്ലെങ്കിൽ റെഡിറ്റ് പോലുള്ള ഫോറമിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യൂ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ സംഭവിക്കാറുണ്ടോ. അല്ല മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കണ്ട. നിങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ വാങ്ങുന്നതും വിൽക്കുന്നവരുടെ അഭിപ്രായം നോക്കണ്ട. നിങ്ങൾ വാങ്ങിയ ആൾക്കാർക്ക് ഉണ്ടായ സംശയങ്ങൾ റെഡിറ്റോ ഫ്രാഗ്രൻഡിക്കോ പോലുള്ള സൈറ്റുകളിലൊക്കെ വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അതിനകത്ത് വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അതിലെ ജെന്യൂൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഇതുവരെ ടെസ്റ്റർ പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടില്ല, ഓൾഡ് ബാച്ച് റിവ്യൂ ചെയ്തിട്ടില്ല, കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് താങ്കൾ പുതിയ പെർഫ്യൂംസ് വാങ്ങുന്നു, റിവ്യൂ ചെയ്യുന്നു. നല്ല കാര്യം, നിങ്ങൾ നല്ലപോലെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ പഴയ പെർഫ്യൂംസും പുതിയതും ഡിസ്കണ്ടിന്യൂ ചെയ്തതും പഴയതും പുതിയതുമായിട്ട് കമ്പയർ ചെയ്യണം.
ഈ ബാച്ച് വേരിയേഷനെ കുറിച്ചും റീഫോർമുലേഷനെ കുറിച്ചും ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് റിവ്യൂസ്, ജോയ് അമീൻ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, കാണാം, യൂട്യൂബിൽ കിടപ്പുണ്ട്. ജോയ് അമീൻ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ജെർമി ഫ്രാൻസ്, പുള്ളിക്കാരനും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജെർമിക്കെതിരെ പോലും ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറക്കിയ പെർഫ്യൂമിന് പോലും, ഓഫീസിലുള്ള പെർഫ്യൂമിന് പോലും ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായി, നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തു. ഒരുപാട് ഇവർ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. പ്രാരംഭിക്കയിലും അതിനെക്കുറിച്ച് ഓവർ റേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുള്ള റിവ്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാറ്റിനും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന എല്ലായിടത്തും ഉണ്ട്. എനിക്ക് സ്ഥിരം വരുന്ന കമന്റുകൾ, അല്ലെങ്കിൽ എന്നെ സ്ഥിരം വിളിക്കുന്നവർ പറയുന്നൊരു ചോദ്യമാണ്, കൂടുതലും ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരാണ് പറയുന്നത്, ബ്രദർ ഞാൻ ഗൾഫിൽ നിന്നും വാങ്ങിയ ഒരു പെർഫ്യൂം നാട്ടിൽ വരുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്നില്ല, പെർഫോമൻസ് ഇല്ല, ഞാൻ എ സിയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് എനിക്ക് പെർഫോമൻസ് കിട്ടുന്നില്ല, എന്താണ് കാരണം? അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഉപയോഗിച്ച പെർഫ്യൂം നാട്ടിലേക്ക് വന്നിട്ട് പുതിയത് വാങ്ങുമ്പോൾ എനിക്ക് ആ ഒരു മണമല്ല കിട്ടിയത്, വ്യത്യാസം ഉണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തിരിച്ചും പറയാറുണ്ട്, നാട്ടിൽ ഒട്ടും ലാസ്റ്റ് ചെയ്യാത്ത പെർഫ്യൂം ഗൾഫിൽ വന്നപ്പോൾ ഭയങ്കര പെർഫോമൻസ് എന്ന് പറയാറുണ്ട്. ഇത് യൂറോപ്പിൽ പോയവർക്കും അതറിയാൻ പറ്റും. നാട്ടിൽ വെച്ച് ഉപയോഗിച്ച പെർഫ്യൂം യൂറോപ്പിലോ അല്ലെങ്കിൽ ലണ്ടനിലോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ ആ മണം മാറി കുറെ കൂടി പെർഫോമൻസ് കിട്ടുമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? ഇതൊക്കെ വെറുതെയാണോ? ഇത് വെറുതെ ആണെന്നാണോ താങ്കൾ പറയുന്നത്? എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നില്ലേ? പഴയ ബ്രൂട്ട് സ്പ്രേ തന്നെ, ആ ബ്രൂട്ട് സ്പ്രേയുടെ മണം മാറി. ഓരോ കാര്യങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. രാധാ സോപ്പിൽ വരെ മാറ്റങ്ങളുണ്ടായി, റീഫോർമുലേഷൻ നടന്നു, എല്ലാത്തിലും മാറ്റം ഉണ്ടാവുന്നുണ്ട്. 2000 ഇറങ്ങിയ ഒരു പെർഫ്യൂം, 2006 ഇറങ്ങിയ ഒരു പെർഫ്യൂമിനാണ് താങ്കൾ പറഞ്ഞ അതിനകത്ത് നനഞ്ഞു വിട്ടുവന്ന മണം കിട്ടി, അല്ലെങ്കിൽ ഉണങ്ങി വിട്ടുവന്ന മണം കിട്ടിയില്ലെന്ന് പറയുന്നത്. അത് റീഫോർമുലേഷൻ നടന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമല്ലേ? നിങ്ങൾ തമ്പനയിലടക്കം വളരെ മോശമായിട്ടുള്ള ഒരു പേര് കൊടുത്തിട്ടാണ് നിങ്ങൾ എന്തോ വലിയ സംഭവം ചെയ്തതുപോലെ നിങ്ങൾ എന്നെ അവഹേളിച്ചത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ കൂടുതൽ പെർഫ്യൂംസ് മനസ്സിലാക്കി വാങ്ങി പഴയതും പുതിയതും ഒക്കെ ട്രൈ ചെയ്യണമായിരുന്നു. ഇതിനെക്കുറിച്ച് ആരും അറിയാതെയാണ് ശരിക്കും അവയർനെസ് എന്നുള്ള പേരും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. താങ്കൾ ഈ അടുത്ത കാലത്താണ് ഈ പെർഫ്യൂം ഉപയോഗിക്കാനും വാങ്ങാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടുള്ള അറിവുകേടാണ്. അത് കൂടുതൽ വാങ്ങി പഴയതും പുതിയതും, ഞാൻ പറയുന്നു പഴയതും പുതിയതും ഓൾഡ് ബാച്ചും ഡിസ്കണ്ടിന്യൂ ചെയ്ത പെർഫ്യൂമും അതിൻ്റെ തന്നെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലാങ്കറുകളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ കളറിൽ മാറ്റം വന്നു, എന്തുകൊണ്ട് ടോപ്പ് നോട്ടിലും മാറ്റം വന്നു, എന്തുകൊണ്ട് ഈ ഒരു ബാച്ചിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് കിട്ടുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിയർ ഹോം ഇൻറ്റൻസിന് വലിയൊരു ഉദാഹരണമാണ്. ഡിയർ ഹോം ഇൻറ്റൻസ് ആദ്യം ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു കളറും ഇപ്പോൾ കിട്ടുന്ന കളറും നോക്കൂ, എന്തുമാത്രം മാറ്റം ഉണ്ടായി, എന്തുമാത്രം നോട്ട് വേരിയേഷൻ ഉണ്ടായി. ലാനുഡെലോമിന്റെ ആദ്യത്തെ പെർഫോമൻസിനെ കുറിച്ച് ജെർമി തന്നെ പറയുന്നുണ്ട്, ബീസ്റ്റ് മോഡായിരുന്നു, ഇപ്പോൾ പെർഫോമൻസ് നേരെ തിരിഞ്ഞു. ക്രീഡവൻഡസ്, എന്തുകൊണ്ട് ഇപ്പോൾ ക്രീഡവൻഡസിനെ എല്ലാവരും കുറ്റം പറയുന്നു? എന്തുകൊണ്ടാണ്? കാരണം ആ പഴയ ഒരു ക്രീഡവൻഡസിന്റെ മണമല്ല, ആ പേരും പ്രതാപം ഉണ്ടെന്നേ ഉള്ളൂ, ആ മണവും കാര്യങ്ങളൊക്കെ പോയി. ഡിയർ സവാഷ് ആദ്യം ഇറങ്ങിയത് EDT കോൺസെൻട്രേഷനിലായിരുന്നു, എന്ത് വലിയ പെർഫോമൻസ് ആയിരുന്നു. ഇനി EDT അല്ല, പെർഫ്യൂം വാങ്ങിയിട്ട് പോലും ഒട്ടുമിക്ക ആൾക്കാർക്ക് അവർ ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ കിട്ടുന്നില്ല. ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, ഇത്രയേറെ മലയാളികൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച പെർഫ്യൂം ഉണ്ടോ? പക്ഷെ ഇപ്പോഴും ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന് പഴയ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ടോ? ഇല്ല. പലർക്കും 10 മിനിറ്റ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫേക്ക് എന്ന് പറയാൻ പറ്റുമോ? ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ചെറിയ സ്പെല്ലിങ്ങിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോണ്ടിലെ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ പല ടൈപ്പായിട്ടുള്ള ബാച്ചുകളുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് അറിവുള്ളതല്ല, അത് ബോധപൂർവ്വം മറച്ചു വെക്കുന്നതാണോ, അത് പറയാൻ പാടില്ലെന്ന് ഉദ്ദേശിച്ചിട്ടാണോ? താങ്കൾ പറയുന്നുണ്ടല്ലോ റീഫോർമുലേഷനെ കുറിച്ച് പറയരുത്, എന്തുകൊണ്ടാണ് പറയാൻ പാടില്ലാത്ത കാര്യം? എന്താ പറയേണ്ട കാര്യമല്ലേ? അത് പറയാൻ പാടില്ലെന്ന് താങ്കൾ പറയേണ്ട കാര്യമല്ല, പറഞ്ഞേ പറ്റൂ. എനിക്ക് എന്തുകൊണ്ട് മണം തിരിച്ചറിയാൻ പറ്റില്ലെന്ന് വെച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് മാസുറേഷനെ കുറിച്ച്, ഓക്സിഡേഷനെ കുറിച്ച് താങ്കൾക്കറിയില്ലേ? താങ്കൾക്കറിയില്ല? താങ്കൾ എന്താ വിചാരിച്ചത്? ഈ ഒരു പെർഫ്യൂം അവസാനം വരെ ഇങ്ങനെ ആണെന്ന് വിചാരിച്ചത്? മാറ്റങ്ങളുണ്ടാവും, മാറ്റങ്ങൾ സംഭവിക്കും. അത് പെർഫ്യൂമിന്റെ കാര്യത്തിലല്ല, എന്ത് കാര്യത്തിലും കാലക്രമേണ മാറ്റങ്ങളുണ്ടാവും. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് തന്നെയായിരുന്നു അത്, താങ്കൾക്ക് അത് തന്നത്. ഞാൻ റീഫണ്ട് ചെയ്തു. താങ്കൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിഗത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. കുറച്ചും കൂടെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് ഇടാൻ. നിങ്ങൾ വാങ്ങിയിട്ട് ബ്രോ അല്ലെങ്കിൽ തന്നത് ബാച്ചിന് ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്, വേറെ ബാച്ച് നമുക്ക് നോക്കാം, വേറെ ബാച്ച് ഈ ബാച്ചിന് വേണം, ഈ ഒരു നോട്ട് കിട്ടുന്ന ബാച്ച് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തന്നെ ഞാൻ തരുമായിരുന്നു. എനിക്കും ട്രൈ ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് താങ്കൾ കഴിച്ചത്. ഇത് ബ്ലൂ ഡേ ചാനലിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഏത് പെർഫ്യൂമിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് ബാധകമല്ലേ? പബ്ലിക് അവയർനെസ് എന്ന പേരിൽ നിങ്ങൾ എന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് നിങ്ങൾ ഇത്രയും രീതിയിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ ഇട്ടത്. അതിനകത്ത് കുറച്ച് ഫേക്ക് കമന്റുകളും അതുപോലെ തന്നെ വാങ്ങിയ ചിലർക്കെങ്കിലും ലോങ്ജിവിറ്റിയോ പ്രൊജക്ഷനോ കോംപ്ലിമെന്റ്സോ കിട്ടിയില്ല എന്നുള്ള അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അവർ പറയും. നാളിതുവരെ ഞാൻ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഒരു നെഗറ്റീവ് കമന്റ് പോലും പറയാത്തവരാണ് താങ്കളുടെ വീഡിയോ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടത്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആൾക്കാർ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ വന്ന് കമന്റ് ചെയ്തില്ല ഇത്രയും നാൾക്ക് ശേഷം? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? പെർഫ്യൂം വാങ്ങിയിട്ട്
എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോലും എൻ്റെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ മോശം കമന്റ് ഇട്ടില്ല? ഈ വീഡിയോയ്ക്ക് ശേഷം താങ്കൾ നടത്തിയ കമന്റിന് ശേഷമല്ല ഇങ്ങനെയുള്ള ഇത് വരാൻ തുടങ്ങിയത്. എനിക്ക് ആരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല, എന്നോട് മെസ്സേജ് അയച്ചിട്ടുമില്ല. പിന്നെ ചിലർ ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് തീർത്തിട്ട് പെർഫോമൻസ് കിട്ടിയില്ല, കോംപ്ലിമെന്റ് കിട്ടിയില്ല, ലോങ്ജിവിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ റീഫണ്ട് ചെയ്യുമോ? കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കുമോ? ഇല്ലല്ലോ, ഞാൻ കൊടുക്കില്ല. തങ്ങളുടെ കയ്യിലിരുന്ന് പെർഫ്യൂം ബോട്ടിൽ പൊട്ടിയതിന് ഞാൻ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു വർഷം അടിച്ചു തീർത്തിട്ടാണോ പറയേണ്ടത്? നിങ്ങൾ ഇക്കണക്കിന് ഒരു മാളിൽ പോയിട്ട് ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കോംപ്ലിമെന്റ് കിട്ടിയില്ല, ലാസ്റ്റിംഗ് കിട്ടിയില്ല, ഉദ്ദേശിച്ച മണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? അവർ വാങ്ങുമോ? ഇല്ലല്ലോ. ഇതൊരു മൊബൈൽ വാങ്ങിയാൽ ഇങ്ങനെയാണോ? 6 മാസം ഉപയോഗിച്ചിട്ട് അയ്യോ എനിക്ക് ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് ഒന്നുമില്ല, ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്ന് തിരിച്ചു കൊടുക്കുമോ? അതെന്താ അങ്ങനെ? അപ്പം നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെയല്ലേ നിങ്ങൾ വീഡിയോ ഇട്ടത്? A to Z കാര്യങ്ങൾ പഠിക്കണ്ടേ? വെറും 6 പെർഫ്യൂം നിങ്ങൾ അൺബോക്സ് ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും പെർഫ്യൂം റിവ്യൂ ആകില്ല സുഹൃത്തെ. മനഃപൂർവ്വം ഒരു ഗ്രഡ്ജ് വെച്ച് ചെയ്ത പോലെയല്ലേ ഇത്. പബ്ലിക് അവയർനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ബാച്ച് വേരിയേഷൻസ്, എന്തൊക്കെയാണ് മാസറേഷൻ, എങ്ങനെയാണ് പെർഫ്യൂം കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് ഫേക്ക് പെർഫ്യൂംസ്, എന്താണ് ടർക്കി മെയ്ഡ്, എന്താണ് ടെസ്റ്റേഴ്സ്, എന്താണ് ഓൾഡ് ബാച്ച്, പഴയതും പുതിയ തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ബാച്ചിൽ അല്ലെങ്കിൽ മാസറേഷൻ സംഭവിച്ച അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ച ഒരു പെർഫ്യൂമിൽ അല്ലെങ്കിൽ ടോപ്പ് നോട്ട് അല്ലെങ്കിൽ എന്താ പറയുക റീഫോർമേഷൻ സംഭവിച്ച ഒരു പെർഫ്യൂം എടുത്തു വെച്ചിട്ട് നിങ്ങൾ അത് രാവും പോലും അത് തന്ന ബാച്ച് വേറെ, നിങ്ങൾ റിവ്യൂ ചെയ്ത ബാച്ച് വേറെ, ഈ 2 ബാച്ചും വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മണം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് അതെങ്ങനെയാണ് നിങ്ങൾ 1 or 2 മണം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞങ്ങളാരും പെർഫ്യൂം വാങ്ങിയിട്ട് മറ്റൊരു അഭിപ്രായം നോക്കത്തില്ല. അവന് ചന്ദനത്തിന്റെ മണം കിട്ടിയോ, അവന് ചുണ്ണാമ്പിന്റെ മണം കിട്ടിയോ, ഞങ്ങളാരും അന്വേഷിക്കില്ല. എനിക്ക് കിട്ടുന്ന മണം എന്താണോ അത് ഞാൻ പറയും. ഓരോരുത്തർക്കും ഓരോ മണങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടാണ്. എനിക്ക് ചിലപ്പോൾ പൈനാപ്പിളുടെ മണം കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഓറഞ്ചിന്റെ ആയിരിക്കാം. അത് ആരും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് ബ്രോ നിങ്ങൾ വാങ്ങൂ 8 മണിക്കൂർ 10 മണിക്കൂർ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ എനിക്ക് അതേ പെർഫോമൻസ് കിട്ടണമെന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി വേറെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സാഹചര്യം വേറെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒക്കേഷൻ വേറെ. ഞാൻ ഇന്ന് വരെ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, പെർഫ്യൂം ഒക്കേഷൻസ് നോക്കണം, കാലാവസ്ഥ നോക്കണം, ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. എല്ലാ പെർഫ്യൂമും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാതെ മാളിൽ പോയി ട്രൈ ചെയ്തിട്ട് വാങ്ങുക, ഒഫീഷ്യൽ വയൽ വാങ്ങുക, ബാച്ച് നോക്കുക. ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതൊന്നും പറയാതിരുന്നിട്ടില്ല. ഈ മലയാളം ചാനൽ പെർഫ്യൂം റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഇവിടെ നീഷ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റേഴ്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ബോക്സ്ഡ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അൺബോക്സ്ഡ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഡിസ്കണ്ടിന്യൂഡ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ താങ്കൾ ചെയ്യുന്നൊരു ജോൺറ വേറെ, ഞാൻ ചെയ്യുന്ന ജോൺറ വേറെ. അത് രണ്ടാണ്, എൻ്റെ ഡിഫറൻ്റ് ആണ്. താങ്കൾ പുതിയ പെർഫ്യൂംസ് മാത്രം റിവ്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു വീഡിയോയിൽ പോലും താങ്കൾ കമ്പാരിസൺ ആയിട്ടാണ് ഈ പഴയ ബാച്ചും പുതിയ ബാച്ചും ടെസ്റ്റേഴ്സും റീഫോർമുലേഷനും ഇതൊക്കെ ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. അത് കമ്പയർ ചെയ്യണമായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് കമ്പയർ ചെയ്താൽ താങ്കൾക്ക് അത് മനസ്സിലാകും. അതൊന്നും ചെയ്യാതെയാണ് താങ്കൾ, ഇതൊന്നും അറിയാതെ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ വെറും 6-7 പെർഫ്യൂംസ് റിവ്യൂ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന യഥാർത്ഥത്തിൽ പെർഫ്യൂംസിനെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പെർഫ്യൂംസ് മേക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഷോപ്പുള്ളവർക്ക്, അല്ലെങ്കിൽ മാളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പെർഫ്യൂം കളക്ടേഴ്സർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. 1, 2, 3 പെർഫ്യൂംസ് ഉള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ കൂടുതൽ വാങ്ങണം, പരിചയപ്പെടണം, അവരുടെ നോസ് കൂടുതൽ ട്രെയിൻ ചെയ്യണം, മാസറേഷനും ഓക്സിഡേഷനും ഒക്കെ പഠിക്കണം, എന്തൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് അറിയണം. ഇതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷനുകളാണ്. ഇത് വലിയൊരു കെമിസ്ട്രിയാണ്, ഇതിൽ വലിയ സയൻസ് ഉണ്ട്. ഇതൊന്നും അറിയാതെ എനിക്ക് ചക്കര മണം കിട്ടിയില്ല, എനിക്ക് ടോക്കോണിന്റെ മണം കിട്ടിയില്ല, അതുകൊണ്ട് ഇത് സാധനം ഫേക്ക് എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും അറിയാതെയാണ് ഒരു വീഡിയോ ഇട്ടിട്ട് എന്തോ വലിയ സംഭവമായി വളരെ മോശമായിട്ടുള്ള തമ്പനയിലും കൊടുത്ത് വീഡിയോ ചെയ്തത്. ഏതൊരു പെർഫ്യൂം ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ അടിച്ചു നോക്കിയും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും അടിച്ചു നോക്കി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ടാണ് ഞാൻ ഒരു റിവ്യൂ ചെയ്യുന്നത് പോലും. ഞാൻ അതിനുവേണ്ടി ഡീക്കൻറ്റുകളും അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒഫീഷ്യൽ വയൽസ് വാങ്ങും. ഒരു വയലല്ല വാങ്ങുക, അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒഫീഷ്യൽ വയൽ കിട്ടിയിട്ട് പഴയ ബാച്ചും പുതിയ ബാച്ചും റീഫോർമുലേഷന് മുമ്പുള്ള ഡീക്കൻറ്റും വയൽസും ഒക്കെ വാങ്ങി വെരിഫൈ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ എത്ര നേരം നിൽക്കുന്നു ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഓൾഡ് ബാച്ച് തന്നെ വാങ്ങണമെന്ന് പറയുന്നതിന് കാരണം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ടെസ്റ്റർ കിട്ടിയാൽ വാങ്ങണമെന്ന് പറയുന്നതിന് കാരണം അതുകൊണ്ടാണ്. റീഫോർമുലേഷൻ ചെയ്ത പെർഫ്യൂം വാങ്ങരുതെന്ന് പറയുന്ന കാരണം അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എത്രത്തോളം നിൽക്കുന്നതെന്ന് നോക്കണം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എത്ര സ്പ്രേ ചെയ്യണമെന്ന് നോക്കണം. നിങ്ങൾക്ക് കോംപ്ലിമെന്റോ ലോങ്ജിവിറ്റി കിട്ടാത്തത് കൊണ്ട് ഒരു പെർഫ്യൂം ഒരിക്കലും ഫേക്ക് ആവത്തില്ല. വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അപ്പവും മുട്ടക്കറി ആയിരിക്കാം. അതുകൊണ്ട് എൻ്റെ ടേസ്റ്റോ നിങ്ങളുടെ ടേസ്റ്റോ രണ്ടാണെന്ന് അല്ലെങ്കിൽ 2 ഒന്നെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ രുചി, എനിക്ക് എൻ്റെതായ രുചി. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഇത് മനസ്സിലാക്കാൻ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ടല്ലോ. എല്ലാം വിരൽത്തുമ്പിലില്ലേ? എല്ലാം വിരൽത്തുമ്പിലുണ്ട്. സ്പൂൺ ഫീഡിങ്ങിന്റെ കാലം കഴിഞ്ഞില്ലേ? നിങ്ങൾ യൂട്യൂബിൽ നോക്കുക, കമന്റ് കാണുക. ഞാൻ പറയുന്നത് പുതിയ പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നവർക്ക് അറിയത്തില്ല, ഇതിനെക്കുറിച്ച് പറയത്തുമില്ല, അവർ പഠിപ്പിക്കത്തുമില്ല. നിങ്ങൾ നോക്കേണ്ടത് പഴയ റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ പെർഫ്യൂം കളക്ടേഴ്സ്
അവരോട് ചോദിക്കുക ഇതൊക്കെ എന്താണ്, ശരിക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? താങ്കൾ തന്നെ പറഞ്ഞു താങ്കളുടെ വീഡിയോയിൽ താങ്കളുടെ ഫ്രണ്ടിന്റെ YSL YEDP മാസിലേഷൻ കഴിഞ്ഞപ്പോൾ മാറ്റം ഉണ്ടായി. അപ്പം മാറ്റമുള്ള ഒരു YSL YEDP പുതിയൊരു പെർഫ്യൂം വാങ്ങിയ പുതിയൊരു YSL YEDP കമ്പയർ ചെയ്യുമ്പോൾ പെർഫ്യൂമിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്തൊരു വ്യക്തി പറയും മാറ്റമുള്ളത് ഫേക്കാന്ന് പറയും. ഉറപ്പായിട്ടും പറയും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് ഒരു വർഷം കൊണ്ടുണ്ടായ മാറ്റമെങ്കിലേ അപ്പോൾ 6, 7, 8 കൊല്ലം പഴക്കമുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു റീഫോർമുലേഷൻ നടന്ന ഒരു ബാച്ചിനെ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ലേ? ഇപ്പം ഇത് കാരണം എത്രയോ ആൾക്കാർക്കാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു വെച്ചത്. എന്റെ ചോദ്യം, നിങ്ങൾക്ക് ആകെയുള്ള അറിവ് ഇതിൽ മാത്രമാണ്. പുതിയ പെർഫ്യൂം മാത്രം റിവ്യൂ ചെയ്യുന്നു, പഴയതൊക്കെ റിവ്യൂ ചെയ്യും. നിങ്ങൾ കമ്പാരിസൺ വീഡിയോ ചെയ്യും, ഓൾഡ് ബാച്ച് ന്യൂ ബാച്ച് ഒക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യും, പറയൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നും വേണ്ട, അക്വാഡീജ് പെർഫ്യൂം തന്നെ ഇൻസെൻസ് നോട്ടുള്ളതും വിത്തൗട്ട് ഇൻസെൻസ് ഉള്ളതും കമ്പയർ ചെയ്യൂ, കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു പെർഫ്യൂം മറ്റൊരാൾക്ക് വാങ്ങുമ്പോഴോ സജസ്റ്റ് ചെയ്യുമ്പോഴോ അതിൻ്റെ എല്ലാവിധ ടെസ്റ്റ് നടത്തി എല്ലാവിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുകയും വാങ്ങാനും പറയുന്നത്. ബാച്ച് വേരിയേഷൻ കൃത്യമായി ബാധിച്ചിട്ടുണ്ടോ, റീഫോർമുലേഷൻ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ അവരോട് പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്, ഇതൊക്കെ നോക്കി പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത്, ഇന്ന പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഞാൻ ഒരുപാട് വയൽസ്, ഒഫീഷ്യൽ വയൽസ് ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വയൽസ് തന്നെ ഞാൻ വയൽസിന് വേണ്ടിയിട്ട് ഞാൻ മുടക്കിയിട്ടുണ്ട്. ആ വാങ്ങിയ ബാച്ചുകളിൽ പോലും, ആ വാങ്ങിയ ഒഫീഷ്യൽ വയൽ പോലും ഇപ്പൊ മണം മാറിപ്പോയി. ഒഫീഷ്യൽ വയലിൽ പോലും, ഇതിൽ പോലും മണങ്ങൾ മാറിപ്പോയി. 6 മാസം 7 മാസം കൊണ്ട് മണങ്ങൾ മാറിപ്പോയി. അതുകൊണ്ട് ഫേക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇതെന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. മാസിലേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. വയൽസിൽ റീഫോർമേഷൻ നടക്കത്തില്ല പൊതുവെ, പക്ഷെ മാസറേഷനും ഓക്സിഡേഷനും സംഭവിച്ച് മണം മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ ഒരു പെർഫ്യൂംസിന്റെ മാലയുടെ ഡീക്കൻഡ് വെച്ച് അല്ലെങ്കിൽ ഒഫീഷ്യൽ വയൽ വെച്ചിട്ട് പുതിയത് വാങ്ങി ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇത് ഫേക്ക് എന്ന് പറയാൻ പറ്റുമോ? എനിക്കിത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റുമോ? താങ്കൾക്ക് റീഫിൽഡിനെ കുറിച്ചുള്ള ബോധ്യമില്ല, ടർക്കി മെറിനെ കുറിച്ച് ബോധ്യമില്ല, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടിത ആക്രമണം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഒരുപാട് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യുന്നുണ്ട്, സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഇടുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ചാനൽ വളരുന്നുകൊണ്ട് എനിക്ക് പറയത്തക്ക റീച്ചൊന്നും ഇല്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, പറയത്തക്ക ആൾക്കാരൊന്നും കാണുന്നില്ല. ഒരു 1000, 1500, ചിലപ്പോൾ 800 പേരൊക്കെയാണ് കാണുന്നത്. അല്ല, അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും റിവ്യൂ ചെയ്യുന്നത് കൊണ്ടുള്ള അസ്വസ്ഥത കൊണ്ടാണോ? എനിക്ക് ഇനിയും ഒരുപാട് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാനുണ്ട്. ഒരുപാട് പെർഫ്യൂം കമ്പനിയായിട്ട് കൊളാബും ചെയ്തിട്ടുണ്ട്. അവരും എനിക്ക് ഒഫീഷ്യൽ വയൽസും ഒഫീഷ്യൽ പെർഫ്യൂംസ് എനിക്ക് അയച്ചിരുന്നുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന രീതി വേറെ, ഞാൻ റിവ്യൂ ചെയ്ത രീതി വേറെ, രണ്ടും വ്യത്യാസമാണ്. നിങ്ങൾ പുതിയത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുതിയതും പഴയതും ഡിസ്കണ്ടിന്യൂ ചെയ്തൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞൊരു അലിഗേഷനാണ്, എന്തുകൊണ്ടാണ് ഞാൻ റേറ്റ് ഇത്രയും കുറച്ച് കൊടുക്കുന്നുള്ളത്. അപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വളരെ തലമൂത്ത പെർഫ്യൂം സെയിൽ ചെയ്യുന്ന, ഓതന്റിക് ലൈസൻസ് എടുത്ത് സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോപ്പുള്ള ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള സെല്ലേഴ്സ് സെയിലിന് വെച്ചിട്ടുള്ള റേറ്റാണ് 30,000 രൂപ വരെ വരുന്ന അമുവാഷിന്റെ പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം 4,500 രൂപയ്ക്ക് ബിഡ് വെച്ചു. അത് സെയിലായത് 5,600 രൂപയ്ക്കാണ്. 18,400 രൂപ വിലയുള്ള ഒരു പെർഫ്യൂം 6,990 രൂപയ്ക്ക് ബോക്സ് പീസ് വിൽക്കുന്നു. 28,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂം അതിന്റെ ബോക്സ് ഇല്ലാത്ത ടെസ്റ്റർ എന്ന പേരിൽ 10,840 രൂപയ്ക്ക് വിൽക്കുന്നു. ഏകദേശം 10,000-15,000 രൂപ ഡിഫറൻസ്, ചില 20,000 രൂപ ഡിഫറൻസ്. അത് ഒരുപാടുണ്ട്. എങ്ങനെ അവർക്ക് വിൽക്കാൻ പറ്റുന്നു? അവരും ഒറിജിനൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്ന സുഹൃത്തെ, റിസർവ് ബാങ്ക് ഒരു 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപയുടെ ഫേക്ക് നോട്ട് ഇറങ്ങുമ്പോൾ ഒറിജിനൽ നോട്ട് ഉള്ളത് കൊണ്ടല്ലേ ഫേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഒറിജിനലായിട്ട് ചെയ്യുന്നവരുണ്ട്, ഈ വിലക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അവർ ഫേക്ക് എന്ന് പറയാൻ പറ്റുമോ? ഒറിജിനൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫേക്ക് ഇറങ്ങുന്നത്, അല്ലാതെ ഫേക്ക് ഉള്ളത് കൊണ്ടല്ല ഒറിജിനൽ ഇറങ്ങുന്നത്. അതായത് മനസ്സിലാക്കണ്ടേ. ഇവർക്ക് 30,000 വില വരുന്ന ഒരു പെർഫ്യൂം 10,000 രൂപയ്ക്ക് വിൽക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ 18,400 വിലയുള്ള ഒരു പെർഫ്യൂം 6,000 രൂപയ്ക്ക് വിൽക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ 7,000 വില വരുന്നൊരു പെർഫ്യൂം ബോക്സ് ഇല്ലാതെ 4,800 രൂപയ്ക്ക് വിറ്റതാണ് പ്രശ്നം. ഞാൻ ബോക്സ് ഉൾപ്പെടെയുള്ള പെർഫ്യൂമിന് അതിൻ്റെതായ റേറ്റ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, അതിൻ്റെതായ റേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവർ ബാർഗൻ ചെയ്തിട്ടാണ് ഏറ്റവും എന്നെ കൊണ്ട് കഴിവിന് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വാങ്ങിയ അമുവാഷ് ഇന്റർലൂഡിന്റെ ബില്ല് ഇവിടെ ഞാൻ കാണിക്കാം. എനിക്കിത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്കത് ആവശ്യമില്ല. അമുവാഷ് ഇന്റർലൂഡിന്റെ ബില്ല്, അതിനകത്ത് ഞാൻ 18,000 രൂപ കൊടുത്ത് തന്നെയാണ് വാങ്ങിയത്. അതിന്റെ ബില്ല് ഞാൻ ഇവിടെ കാണിക്കാം. വേണമെങ്കിൽ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇതൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞത് ഇത് ഫണ്ടമെന്റലായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ആരെയും, സത്യം പറഞ്ഞ് എനിക്ക് ആരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഇതിന്റെ പേരിൽ ഒരു വാഗ്വാദം പിന്നെ വീണ്ടും എനിക്ക് റിപ്ലൈ ഇട്ട് അതിന് ഞാൻ ഏറ്റുപിടിച്ച് അടുത്ത വീഡിയോ ചെയ്ത് ഞാനൊരു ക്ലിക്ക് ബൈറ്റ് ഉണ്ടാക്കുന്നില്ല. ഇത് ഫണ്ടമെന്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ പുറകെ എനിക്ക് എതിരെ എന്ത് വന്നാലും, എന്ത് തെളിവ് വന്നാലും, എന്ത് കാര്യം എന്തിട്ടാലും
എനിക്ക് പ്രശ്നമില്ല, ഞാൻ അതിൻ്റെ പുറകെ പോകത്തുമില്ല, ഇത് ഇതോടുകൂടി നിർത്തി, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കും ആവശ്യം വരും, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്കിതിൻ്റെ പിന്നിൽ കഴിച്ചു തൂങ്ങാൻ നേരമില്ല, എന്നെ വിട്ടേക്കുക. എനിക്ക് അടുത്തേയും കുറേ പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാനുണ്ട്. കുറേ പെർഫ്യൂംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, കുറേ പെർഫ്യൂംസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അതൊക്കെ റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ചെയ്യാനുണ്ട്. ഇതൊന്നും കൊണ്ട് ഞാൻ നിർത്തത്തൊന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. കൂടുതൽ അറിയും തോറും വർഷങ്ങളോളം എടുത്ത് നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറെക്കുറെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട്, എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കും. നിങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടും. ഇത് പറഞ്ഞ ഫാക്റ്റ് ആണോ അല്ലെങ്കിൽ കൺവിൻസ് കൊണ്ട് പറയുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് അജ്ഞത ഉള്ള അറിവില്ലാത്ത കുറച്ച് ഒരു കൂട്ടം ആൾക്കാരാണ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ കൂട്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്കും ഇത് ശരിക്കും പറയാം, അവർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അറിയാത്തവരെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ്, ശരിയായ പാതയിൽ നടക്കുന്നവരെ വഴിതെറ്റിക്കാൻ എളുപ്പമല്ല. അവർക്ക് അറിയാം കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് കുറേ തെളിവുണ്ടാക്കുക, കുറേ സംഭവങ്ങൾ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അതൊന്നും ഞാനിനി മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, അതിനെക്കുറിച്ച് ബോധേഡാവുന്നില്ല. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ എക്സാമ്പിൾ ചെയ്ത് പറഞ്ഞു തരാനോ എനിക്കറിയില്ല. എൻ്റെ കഴിവിന് പരമാവധി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതിനുശേഷം എനിക്ക് പ്രത്യേകിച്ച് പറയാനുമില്ല. ഇനി എനിക്കിതിനെ നെഗറ്റീവ് വന്നാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ തന്നത്, ഞാൻ പറഞ്ഞതെന്താണ് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നല്ല ഉറപ്പുണ്ട്. ഞാൻ 1-2 പെർഫ്യൂം അല്ല റിവ്യൂ ചെയ്തത്, വാങ്ങിച്ചത്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയും. അപ്പോൾ ഞാൻ ഇതോടുകൂടി നിർത്തുന്നു. എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുണ്ട്, പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. താങ്ക് യു സോ മച്ച്.